അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ ദിവസവും പല കാര്യങ്ങൾക്കും ശ്രദ്ധ കൊടുക്കുന്നവരാണ്. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വാതിൽ പൂട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. വാഹനമോടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കും. പണം ബാങ്കിൽ സുരക്ഷിതമായി സൂക്ഷിക്കും. മൊബൈലിന് പാസ്വേഡ് നൽകും. കാരണം നമുക്ക് സുരക്ഷ വേണം. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ജീവനെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ ആരോഗ്യം, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഭാവി, ഇവയുടെ യഥാർത്ഥ കാവൽക്കാരൻ ആരാണ്? ഒരു വിശ്വാസിക്ക് അതിൻ്റെ ഉത്തരം വ്യക്തമാണ്. അള്ളാഹുവാണ് യഥാർത്ഥ സംരക്ഷകൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടുന്ന മനോഹരമായ ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ രണ്ട് പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇവരെ ചേർത്ത് പിടിച്ചിട്ട് ഇപ്രകാരം അള്ളാഹുവിനോട് കാവൽ തേടിയിരുന്നു. അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഥവാ എല്ലാ പിശാചുക്കളിൽ നിന്നും, എല്ലാ വിഷജന്തുക്കളിൽ നിന്നും, എല്ലാ ദുഷ്ടദൃഷ്ടികളിൽ നിന്നും അള്ളാഹുവിൻ്റെ പരിപൂർണ വചനങ്ങൾ മുഖേന ഞാൻ നിങ്ങൾക്ക് കാവൽ തേടുന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ പിതാവ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മക്കളായ ഇസ്മായിലിനും ഇസ്ഹാക്കിനും അലൈഹിസ്സലാം വേണ്ടി ഇതേ ദുആ ചൊല്ലിയിരുന്നു.